മോണ്ടുഗോമറി വാട്ടാണെന്ന് തോന്നുന്നു. യൂറോപ്യൻ ഹിസ്റ്റോറിയൻ അദ്ദേഹം പറയുന്നുണ്ട്, മസ്ജിദുൽ ഹറാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചകൻ മദീനയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. നബി നിസ്കാരത്തിന് വേണ്ടി പോയ സമയത്ത് നബിയുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല സുജൂദിൽ കിടക്കുമ്പോൾ ചാർത്തുന്നു. ഒരു വിളിപ്പാടകലെ നിന്നുകൊണ്ട് ഈ കൊച്ചുകുട്ടി ഇത് കാണുന്നു. ഫാത്തിമ നോക്കുകയാണ്. ഫാത്തിമ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഫാത്തിമ ബീവി ഓർക്കണം. ചരിത്രത്തിന്റെ വിളിയാളമേ ഫാത്തിമ, കാലത്തിന്റെ മുത്തേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആർക്കുണ്ടായി ഇത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും? അവസാനം ഈ കൊച്ചുകുട്ടി ചെന്ന്, 6-7 വയസ്സുള്ള കുട്ടി ചെന്ന് പിതാവിന്റെ പുണ്യമേനിയിൽ നിന്ന് ഓരോന്നോരോന്നായി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള കുടൽമാല അതെടുത്ത് പുറത്തേക്ക് നീക്കിക്കൊടുക്കുന്നത് 6-7 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞാണ്, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ. മറ്റൊരിക്കൽ പരിശുദ്ധ നബിയുടെ മേലേക്ക് പൊടിമണ്ണ് വാരിയെറിയുമ്പോൾ ഈ കുട്ടി ദൂരെ നിന്ന് നോക്കിക്കാണുന്നു ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് ഒരു പേരുണ്ട് ചരിത്രത്തിൽ. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഒരു പെൺകുട്ടിക്കും കിട്ടാത്തൊരു പേര്. ചരിത്രകാരന്മാർ അത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഉമ്മു അബീഹ, തന്റെ പിതാവിന്റെ മാതാവ്. തന്റെ പിതാവിന്റെ മാതാവ് 1000 വട്ടം ആലോചിക്കേണ്ടതാണ് ആ പേരിനെ കുറിച്ച്. ഞാനത് വിശദീകരിക്കുന്നില്ല. തന്റെ പിതാവിന്റെ മാതാവ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പ്രത്യേകിച്ച് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഉമ്മ നോക്കേണ്ട പിതാവിനെ ഖദീജ ബീവി വഫാത്തായ ശേഷം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫാത്തിമ ബീവി പരിപാലിച്ചു. ഫാത്തിമ ബീവി സിബ്തൈനൽ കരീമൈനിൽ ഹസനി വൽ ഹുസൈൻ, ഹസന്റെയും ഹുസൈന്റെയും മാതാവ് എന്ന നിലക്ക് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനം സമ്പാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ലാ മറിയം. മറിയം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമയാണ്. വേറെ ഒരു ഹദീസിൽ സയ്യിദത്തു നിസാഉൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളുടെ നേതാവ് മറിയം. ആദ്യം മറിയമാണ്, സുമ്മ ഫാത്തിമ, പിന്നെ ഫാത്തിമയാണ്, സുമ്മ ഖദീജ, പിന്നെ ഖദീജയാണ്. മാതാവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മകളെ മുന്തിച്ചു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സുമ്മ ആസിയ, പിന്നെ ആസിയയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു അശ്ബഹ സിംതം വലാ ഹദിയൻ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫാത്തിമത ഫീ ഖിയാമിഹാ വഖുഊദിഹാ. നടപ്പിലും ഇരിപ്പിലും ഫാത്തിമയേക്കാൾ റസൂലിനോട് സാദൃശ്യപ്പെട്ട ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ കടന്നു വന്നു. അവിടുത്തെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നു. അപ്പൊ ഫാത്തിമ ഇങ്ങനെ നടക്കുമ്പോ മുന്നോട്ടുള്ള ഒരു ചെറിയ കുനിച്ചിലുണ്ട്, ശരീരത്തിന്റെ അല്പം മുന്നോട്ടുള്ള ഒരു വളവ്. ആ വളവിങ്ങനെ കണ്ടപ്പോ ഞാൻ ഓർത്തുപോയി, അത് അള്ളാഹുവിന്റെ റസൂല് നടക്കുന്ന പോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ സാദൃശ്യമുള്ള പരിശുദ്ധയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ഇങ്ങനെ കടന്നു വന്നിട്ട് സദസ്സിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോഴേക്ക് പരിശുദ്ധ റസൂൽ എഴുന്നേറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഉദ്ധരിക്കുന്നത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി എഴുന്നേറ്റുകൊണ്ട് ഫാത്തിമയുടെ അടുക്കലേക്ക് പോയിട്ട് ഫാത്തിമയുടെ കൈപിടിച്ചുയർത്തിയിട്ട് കൈപിടിച്ച് മുത്തം വെച്ചു എന്ന് ഉദ്ധരിക്കുന്നതും ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹ. മഹാനായ ഒരു ചരിത്രകാരൻ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മകളോടും ഫാത്തിമയോടും നബി കാണിച്ച ബഹുമാനമാണെങ്കിലും അതോടൊപ്പം ഇത് സ്ത്രീത്വത്തോടുള്ള ആദരവ് കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന് കൈപിടിച്ചിട്ട് മുത്തം കൊടുക്കുക, മകൾക്കൊരു പിതാവ് മുത്തം കൊടുക്കുക, കൈപിടിച്ചിട്ട് മുത്തം വെക്കുക. സ്ത്രീക്ക് ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമാനം, ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമാനം. ലാ വറബ്ബി വറബ്ബി താഹ അബീകി ലാ യതീബുൽ മദീഹു ഇല്ലാ ഫീകി. റബ്ബിനെ തന്നെ സത്യം ഫാത്തിമ, പിന്നെ നിങ്ങളുടെ പിതാവായ താഹായായ റസൂലിനെ കൊണ്ടും സത്യം ഫാത്തിമ. നിങ്ങളെ കുറിച്ച് മദ്ഹ് പറയുമ്പോ വല്ലാത്ത അനുഭൂതിയാണ് ഫാത്തിമ. ബിൽഅത്തുൽ മുസ്തഫ വലിൽ ജുസ്ഇ ഹുക്മുൽ കുല്ലി യുർദീഹി കുല്ലു മാ യുർദീകി. ഫാത്തിമാന്റെ നബിയുടെ കരളിന്റെ കഷ്ണമേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. പരിശുദ്ധ നബിയുടെ സുപ്രസിദ്ധമായ ഒരു വചനത്തിൽ ഫാത്തിമത്തു ബിൽഅത്തും മിന്നി, ഫാത്തിമ